ആട്ടിയാമ്പാറയിലാണ്. അപ്പൊ ആട്ടിയാമ്പാറയിൽ ഇവിടം വരെ നമുക്ക് ഇറക്കുമല്ലോ, താഴത്തേക്ക് വെള്ളം കൂടിയുണ്ട്. അപ്പൊ നമുക്ക് ആട്ടിയാമ്പാറ കാണാം. ആട്ടിയമ്പാറയെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് പറഞ്ഞാൽ തീരാത്തത്ര കഥകൾ പറയാനുണ്ട്. ഏറ്റവും പ്രകൃതിയെ ഇത്രയേറെ ഭംഗിയുള്ള ഒരു സ്ഥലം നമ്മളടുത്ത് വേറെ കാണിച്ചു കൊടുക്കാനില്ലെന്നാണ് പറയുക. അത്രയും ഭംഗിയുള്ള സ്ഥലമാണ്. മാനസികപരമായിട്ട് നമുക്ക് ഏറ്റവും അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇത്ര സങ്കടങ്ങളോ വിഷമങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ വന്ന് ആ സ്ഥലത്ത് ഇരുന്നാൽ അതൊരു ഭയങ്കര ഒരു ഫീൽ അനുഭവിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആട്ടിയമ്പാറ നമുക്ക് ഈ വെള്ളച്ചാട്ടം വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം തന്നെയാണ്. നമുക്കറിയാം, എല്ലാ മഴക്കാലത്തും ഇവിടെ കാണാൻ വരുന്ന സഞ്ചാരികൾ ഒരുപാട് പേര് അപകടത്തിൽപ്പെട്ടതൊക്കെ നമുക്ക് കാണാം. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കയറ് കെട്ടിയിട്ടുണ്ട്. ഈ കയറിനെ അവിടേക്ക് നമുക്ക് ഇറങ്ങാനൊക്കെ വെള്ളം കുറച്ച് കൂടുതലാണ്. കയറ് കെട്ടിയതിന് മുന്നിൽ നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാം. ഒരു കാലഘട്ടത്തിൽ കുറച്ച് കാലം മുമ്പ് വരെ നമുക്കിവിടെ ഇങ്ങനെ ഒരു നിയന്ത്രണങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വരുന്ന ആളുകൾക്ക് അവിടെ നമ്മളുടെ ഇഷ്ടത്തിന് പോകാൻ, നമ്മുടെ ഇഷ്ടത്തിന് വെള്ളത്തിൽ ചാടാം, അങ്ങനെയൊക്കെ ആയിരുന്നു. ഒരുപാട് പേരുടെ അപകടങ്ങളും മരണങ്ങളൊക്കെ സംഭവിച്ചതിൻ്റെ പേരിലാണ് ഇവിടെ ഒരുപാട് നിയന്ത്രണങ്ങളും കാര്യങ്ങളും കൊണ്ടുവന്ന് ഗവൺമെൻറ് ഇതൊക്കെ ഒരു പാർക്കുകളൊക്കെ സെറ്റ് ചെയ്തു ടിക്കറ്റ് കിട്ടുന്ന ഒരു സംവിധാനമായി. ഇപ്പോൾ ഒരുപാട് സഞ്ചാരികളാണ് പോകുന്നത്. ഇപ്പോൾ നമുക്ക് കയറി നമുക്ക് ടിക്കറ്റും കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടാകും. അങ്ങനെ എല്ലാവരും വരുന്നുണ്ട്. പ്രകൃതി ആ വരുന്ന വെള്ളം മുകളിൽ നിന്ന് തന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു വലിയ ഒരു പുഴയ്ക്ക് കുറുകെ ഒരു ചെക്ക് ഡാം നിർമ്മിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ അതിനെക്കുറിച്ച് കാണിക്കാം, അടുത്ത വീഡിയോയിൽ അതിനെക്കുറിച്ച് കാണിക്കാം. വൈദ്യുതി ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് കാണിക്കാം. ഇതേപോലെ തന്നെ ഇവിടെ ഈ പാറ, ഈ മുകളിൽ വേണമെന്നൊരു ഒരു ഒരു പ്രത്യേക ഫീലായിരിക്കും. ആ പാറ ഇപ്പോൾ മുള കയറി വരുന്ന അവിടെ നിന്ന് കയറി വലിയൊരു പാറയുടെ മുകളിലേക്ക് എത്താം. അവിടെ നമുക്ക് ഇരിക്കാനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ മേലെ കാണുന്ന മലകളും കാര്യങ്ങളെല്ലാം നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ടിരുന്നു ആ പുഴയുടെ സൗണ്ട് അത് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. മാനസികപരമായിട്ട് നമുക്ക് ഭയങ്കര ഒരു ഫീലുണ്ടാകും. ആ വെള്ളത്തിൻ്റെ സൗണ്ട് നമ്മൾ സ്വസ്ഥമായിട്ട് ഏകാഗ്രമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം, ഫാമിലിയായിട്ടൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ദിവസം കുറച്ച് സമയം മാറ്റി വയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ വരിക, എല്ലാവരും ഈ വെള്ളച്ചാട്ടവും അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ എല്ലാവരും ആസ്വദിക്കുക. അതേപോലെ തന്നെ നമുക്ക് ഇതിന് കയറി വരുന്ന അതിൻ്റെ അവിടെ തന്നെയാണ് പവർ ഹൗസ് ഉള്ളത്. ആ പവർ ഹൗസിനെ കുറിച്ചിട്ട് നമ്മൾ കാണിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് നമുക്കെല്ലാവരെയും ക്ഷണിക്കുന്നു. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവരും ഫോളോ ചെയ്യുക. നമസ്തേ.